ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇത് നമ്മുടെ കൊട്ടിയം ഓക്സിലിയം സ്കൂളാണ്. ഇവിടെ ഇന്ന് എന്താ പ്രോഗ്രാം എന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ ഇന്ന് ചാരിറ്റി ഡേ ആണ്. എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ ചാരിറ്റി ഡേ ആഘോഷിക്കുന്നതാണ്. ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിക്കുന്ന മറ്റുള്ളവർക്കായി നന്മ ചെയ്യാനും സഹാനുഭൂതി പ്രകടിപ്പിക്കാനും പ്രചോദനം നൽകാനുമായ ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ ദിവസം കൊണ്ട് നാം ദരിദ്രർക്കും അനാഥർക്കും രോഗികൾക്കും സഹായം നൽകുന്നതിനായി വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പം ഇന്ന് ചാരിറ്റി ഡേയെ കുറിച്ചുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണണം. വീഡിയോ ആദ്യമായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് സിസ്റ്ററിന് എന്താണ് ഈ ചാരിറ്റി ഡേയെ കുറിച്ച് പറയാനുള്ളത്? എല്ലാ വർഷവും ചാരിറ്റി നടത്തുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും വീടില്ലാത്തവർക്ക് വീഡിയോസ് കൊടുക്കുന്നത്. നമ്മുടെ അപ്പുറത്തൊരു കോളനിയുണ്ട്. മിക്കപ്പോഴും തന്നെ അവിടെ മഴയെല്ലാം പെയ്യുമ്പോഴത്തേക്കും വെള്ളം വീഴും. അകവും കുറവെന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ആർക്കെങ്കിലും മെഡിക്കലായിട്ട് സഹായം വേണമെന്നുണ്ടെങ്കിൽ മരുന്ന് മേടിക്കാനായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാത്തവർക്ക് ഇത്രയും വർഷം ഞാൻ വന്നതിന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാർഷ്യലി വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മെഡിക്കൽ എയ്ഡ്. മുന്നേയുള്ള വർഷങ്ങളിലും അതേപോലെയൊക്കെ തന്നെയായിരുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു ഫോർ ദ വേർഡ്സ്. ഈ ചാരിറ്റി ഡേയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാമോ? ചാരിറ്റി ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്കൂളിലെ ഒരു ഉത്സവമാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഷെയറിംഗ് മെൻറ്റാലിറ്റിയും മറ്റുള്ള മനുഷ്യരോട് സഹാനുഭൂതിയും കരുണയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രചോദനമാണിത്. അതിൻ്റെ ഒരു ആദ്യ പടിയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് അവർക്ക് വേണ്ടി ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനം. അവർ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം, ഇങ്ങനെ ഒരു ഉദാരമായ മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയാണ് ഞങ്ങളിത് നടത്തുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കിട്ടുന്ന തുക ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി
ചാരിറ്റി ഡേയെ കുറിച്ചുള്ള അഭിപ്രായം എന്തുവാണ്? 2 വാക്ക് സംസാരിക്കാമോ? ആദ്യമായിട്ട് ഹായ്, ഞാൻ സിതാൻ്റെ ക്ലാസ്സിലെ അഭിനന്ദിൻ്റെ അമ്മയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ എൻ്റെ മോൻ 1ാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കുകയാണ്. ഇവർ നമ്മുടെ സ്കൂളുകാർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ചാരിറ്റി ഡേ. കുട്ടികൾക്ക് ആ ഒരു ചാരിറ്റിയെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ചാരിറ്റി ഡേ നടത്തുന്നത്. ശരിക്കും ഇതിനകത്ത് നിന്ന് ഈ സാധനങ്ങൾ കിട്ടുന്ന പൈസ അവരുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. കുട്ടികൾക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. അവർക്ക് മാനസികമായിട്ടും എല്ലാം നല്ല രീതിയിൽ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തണം എന്നുള്ളൊരു തിങ്കിങ് നമുക്കിതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മികച്ച ഒരു സേവനം കൂടിയാണ്. ഓക്കെ, താങ്ക് യു. ചാരിറ്റി ഡേ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? സൂപ്പറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാ സ്റ്റുഡന്റും ആഗ്രഹിക്കുന്നിരുന്നു. മൊത്തത്തിലൊരു ഉത്സവം കഴിഞ്ഞ ഒരു ഫീലിംഗ് ആയിരുന്നു നമ്മൾക്ക് ചാരിറ്റി ഡേ കഴിയുമ്പോഴേക്കും. ചാരിറ്റി ഡേ എന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര ത്രില്ലിങ്ങും ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരിക്കും നമ്മൾക്കായാലും കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും എല്ലാം. അപ്പം ഇന്നത്തെ ചാരിറ്റി ഡേയുമായിട്ട് ഉണ്ടായിരുന്ന വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വ്ളോഗുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം. ബൈ.